Hi all, this is Rekha Nair. Welcome to my channel, The English Forum. Now, today we'll be dealing with the poem Above Pate Valley, written by Gary Snider. And this poem has been included in the syllabus of Calicut University AAC English Language Skills for Sciences. Gary Snider is revered as the poet laureate of deep ecology and was born in the year 1930. He is a renowned American poet and environmentalist who has been influenced by Zen Buddhism and environmentalism. ഇന്ന് അദ്ദേഹത്തിന് അബൌട്ട് പീച്ച് വാലി എന്ന് പറഞ്ഞിട്ടുള്ള പോമാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം അല്ലേ. We finished clearing the last section of trail by noon. High on the ridge side, 2,000 feet above the creek, reached the pass, went on beyond the white pine groves, granite shoulders, to a small green meadow, watered by the snow, edged with aspen, sun straight high and blazing, but the air was cool. ഓക്കെ, അപ്പോൾ ഈ പോയത്തിലെ സ്പീക്കറും ആളുടെ കൂടെ കുറച്ച് ആളുകളും ഉണ്ട്. അതാണ് വി അല്ലേ. അപ്പം ഞങ്ങൾക്ക് ട്രെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൗണ്ടനിലൊക്കെ ഉള്ളൊരു വഴി. ഓക്കെ, ഞങ്ങൾക്ക് അന്ന് ചെയ്യേണ്ട ആ ക്ലീനിങ്, അവരൊരു ക്ലീനിങ്ങിൻ്റെ ഒരു ഗ്രൂപ്പ് പോലെയാണ്. അപ്പോൾ ഞങ്ങൾക്കത് ആ ഏരിയ ക്ലിയർ ചെയ്യേണ്ട ഏരിയ ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾക്ക് ആ ദിവസം ചെയ്യേണ്ട ഏരിയ വി കുഡ് ഫിനിഷ് അവർ ജോബ് ബൈ നൂൺ. ഓക്കെ, അന്നത്തെ ദിവസം ജോലി നൂണാകുമ്പോഴേക്കും തീർന്നു. And they're passing through different areas. Okay, like pine trees, like they walk past pine trees, granite rocks, and finally they reach a green meadow, which is watered by the snow. Like സ്നോവിൻ്റെ വെള്ളമൊക്കെ ഉള്ള ഒരു സ്നോ ഇങ്ങനെ മെൽട്ടായിട്ടുള്ള ആ വെള്ളമൊക്കെ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന ഒരു ഗ്രീൻ മെഡോയിലോട്ടാണ് എത്തിയത്. And this green meadow is being surrounded by aspen trees. Aspen trees എന്ന് പറയുന്നത് ഇതാ ഈ കാണുന്ന ട്രീസ് ആണ് കേട്ടോ. ഇത് ഞാൻ ജെമിനായിന്ന് എടുത്തിട്ടുള്ള പിക്സ് ആണ്. അപ്പോൾ ഇത് ആസ്പെൻ ട്രീസ് എന്ന് പറയുന്നത് ഈ ട്രീസ് ആണ്. അപ്പോൾ ആസ്പെൻ ട്രീസ് ഉണ്ട്. അതുപോലെ തന്നെ അവിടെ നല്ല സൂര്യൻ ഇങ്ങനെ ഉദിച്ച് നിൽക്കുകയാണ്. പക്ഷെ എങ്കിലും അവിടെ വളരെ കൂളായിരുന്നു. Ate a cold fried trout in the trembling shadows. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു, ഇവരവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. ഓക്കെ, അവരുടെ ദിവസത്തെ ജോലിയൊക്കെ കഴിഞ്ഞു, ഉച്ചയായി. അപ്പോൾ അവർ ഭക്ഷണം കഴിക്കാനായിരുന്നു. എന്താ കഴിച്ചത്? ഫ്രൈഡ് ട്രൗട്ട് അല്ലേ, അതായത് പൊരിച്ച മീൻ, വറുത്ത മീനാണ് കഴിച്ചത്. ബട്ട് ദാറ്റ് വാസ് കോൾഡ് അല്ലേ, അത് ചൂടുള്ള ഭക്ഷണമൊന്നുമല്ല. കാരണം അവർ രാവിലെ പോരുമ്പോൾ എടുത്തതായിരിക്കും. ഉച്ചയാകുമ്പോഴേക്കും അതൊക്കെ തണുത്തു അല്ലേ. I spied a glitter and found a flake black volcanic glass obsidian by a flower. അപ്പം ഞാനിങ്ങനെ ഒരു സാധനം കണ്ടു, ഒരു ഗ്ലിറ്ററി ആയിട്ടുള്ള ഒരു സാധനം. അപ്പോൾ നോക്കിയപ്പോൾ അതെന്താ, ഒരു ബ്ലാക്ക് വോൾക്കാനിക് ഗ്ലാസ് ആണ്. അത് പലതരത്തിലുള്ള വോൾക്കാനിക് ഗ്ലാസ് ഉണ്ട്. ഇത് ഒബ്സീഡിയൻ ആയിരുന്നു. ഈ ഒബ്സീഡിയൻ എന്ന് പറയുന്നത് ഒരു ഈ ലാവയൊക്കെ കൂളായി വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫോം ചെയ്യുന്ന ഒരു തരം വോൾക്കാനിക് ഗ്ലാസ് ആണ്. ഇത് ആക്ച്വലി പണ്ട് കാലത്ത് ഇങ്ങനെ ഒരു ടൂൾസും വെപ്പൺസൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ്. കാരണം അതിൻ്റെ എഡ്ജസ് ഒക്കെ ഭയങ്കര ഷാർപ്പാണ്, അതുകൊണ്ട് അങ്ങനെ ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇതാണ് അദ്ദേഹം അവിടെ കണ്ടത്. ഭക്ഷണമൊക്കെ കഴിച്ച് അദ്ദേഹം അവിടെ വിശ്രമിക്കുകയാണ്. ഓക്കെ, ഏറ്റവും കോൾഡ് ഫ്രൈഡ് ട്രൗട്ട് ഇൻ ദ ട്രെംബ്ലിംഗ് ഷാഡോസ് അല്ലേ. ഇവർ തണലത്ത് ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിച്ചത് കേട്ടോ. ട്രെംബ്ലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് കാറ്റത്ത് ഇങ്ങനെ മരങ്ങളൊക്കെ ഇങ്ങനെ ആടുമല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് വിശ്രമിക്കുന്ന സമയത്താണ് ഇദ്ദേഹം ഈ ഒരു പൂവിൻ്റെ അടുത്തായിട്ട് ബൈ എ ഫ്ലവർ അല്ലേ, ഒരു പൂവിൻ്റെ അടുത്തായിട്ട് ഒരു ഒബ്സീഡിയൻ കണ്ടു. Hands and knees pushing the bear grass കണ്ടോ, ഇതാണ് കേട്ടോ bear grass എന്ന് പറയുന്നത്. Hands and knees pushing the bear grass, thousands of arrowhead leavings. ഈ കാണുന്നതാണ് arrowhead leavings. ഓക്കെ, arrowhead leavings എന്ന് പറയുന്നത് ഈ എന്താ പറയുക, പണ്ടത്തെ ഓരോ വെപ്പൺസ് ആണ് കേട്ടോ. അപ്പോൾ വെപ്പൺസിൻ്റെ ഒരു ഭാഗങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ. ഇതൊക്കെ ഞാൻ ജെമിനായിന്ന് എടുത്തിട്ടുള്ള പിക്സ് ആണ്.
ഓക്കെ, അപ്പോൾ എന്തായിരുന്നു? ഹാൻഡ്സ് ആൻഡ് നീസ് പുഷിംഗ് ദ ബെയർ ഗ്രാസ്, തൗസൻഡ്സ് ഓഫ് ആരോ ഹെഡ് ലീമിങ്സ് ഓവർ 100 yards. അപ്പോൾ കുറച്ച് ദൂരത്ത് ഒരു 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 പരിസരത്ത് മൊത്തമായിട്ട് അയാൾ കാണുകയാണ്. എന്താ കാണുന്നത്? ഈ ആരോ ഹെഡ് ലീവിങ്സ് ആണ് കാണുന്നത്. നോട്ട് വൺ ഗുഡ് ഹെഡ്, ജസ്റ്റ് razor flakes on a hill snowed all but summer, a land of fat summer deer they came to camp. അല്ലേ? അപ്പോൾ എന്താ പറയുന്നത്? ഇവിടെ മുഴുവനായിട്ടുള്ള ആരോ ഹെഡ് ഇല്ല, മുഴുവനായിട്ടുള്ള വെപ്പൺസ് ഒന്നും ഇല്ല, അതിൻ്റെ തലഭാഗം ഒന്നും ഇല്ല. നോട്ട് വൺ ഗുഡ് ഹെഡ്, അതിന് ഒന്നിന് പോലും മര്യാദയ്ക്കുള്ള തലയില്ല. പക്ഷേ അതിൻ്റെ എന്തോ അവശേഷിപ്പുകളാണ്, റിസഫ്ലെക്സ് അവശേഷിപ്പുകളാണ് മാത്രമാണ് അവിടെ ഉള്ളത്, അല്ലേ? അപ്പോൾ ഒരു 100 yards, ആ ഒരു അത്രയും പരിസരത്തോളം ഇയാൾക്ക് ഈ ആരോ ഹെഡ് ലിവിങ്സ് കാണാൻ പറ്റി. അപ്പോൾ ഓൺ എ ഹിൽ സ്നോഡ് ഓൾ ബട്ട് സമ്മർ, ലാൻഡ് ഓഫ് ഫാറ്റ് സമ്മർ ഡിയർ ദേ കെയിം ടു ക്യാമ്പ്. അപ്പോൾ പണ്ട് കാലത്ത് ഇവിടെ ഈ ആളുകൾ, ഹണ്ടേഴ്സൊക്കെ ഇവിടെ ക്യാമ്പ് ചെയ്ത് കാണാം. ഡീറിനെ പിടിക്കാനൊക്കെ ആയിട്ട്, മാനുകളെ പിടിക്കാനൊക്കെ ആയിട്ട് ഇവർ ഇവിടെ തങ്ങി കാണാം. അപ്പം അത് കൊണ്ടുവന്നതായിരിക്കാം ഒരു പക്ഷേ. അതല്ലെങ്കിൽ ഇത് അങ്ങനെ ആ ഒരു പരിസരം ആയതുകൊണ്ട് ഇവിടെ ഈ അതിന് ആവശ്യമായിട്ടുള്ള വെപ്പൺസ് ഉണ്ടാക്കുന്ന ഒരു ഏരിയ ആയിരിക്കാം. അതാണ് ആവശ്യമുള്ളതൊക്കെ അവർ എടുത്തു കാണും, ബാക്കിയുള്ളത് അവരിങ്ങനെ ഒരു പുല്ലിൻ്റെ അടിയിലൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ച് കാണും. ഓൺ ദെയർ ഓൺ ട്രെയിൽസ്, അല്ലേ? അവരും അവരുടേതായിട്ടുള്ള പാതയിലായിരുന്നു. ഐ ഫോളോഡ് മൈ ഓൺ ട്രെയിൽ ഹിയർ, ഞാൻ എൻ്റേതായിട്ടുള്ളൊരു പാതയിലാണ്, അല്ലേ? അപ്പോൾ മുമ്പും ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്, ഇപ്പോൾ ഞാൻ വരുന്നു, അല്ലേ? പിക്ഡ് അപ്പ് ദ കോൾഡ് ഡ്രിൽ, പിക്ക് സിംഗിൾ ജാക്ക് ആൻഡ് സാക്ക് ഓഫ് ഡൈനാമൈറ്റ്, അല്ലേ? അത് ഉദ്ദേശിക്കുന്നത് മോഡേൺ വെപ്പൺസ് ആണ്. ഈ സ്പീക്കറിൻ്റെ കയ്യിലുള്ള വെപ്പൺസ് ആണ്. നമുക്കറിയാം, നമ്മൾ പറഞ്ഞു ഇവർ ഭക്ഷണം കഴിച്ച് അവിടെ വിശ്രമിക്കുകയായിരുന്നു, അല്ലേ? അപ്പോൾ വിശ്രമമൊക്കെ കഴിഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് പോവാണ്. ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള വെപ്പൺസ് ഒക്കെ എടുത്ത് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം അവിടെ കിടക്കുന്ന ഒബ്സീഡിയം കണ്ടപ്പോൾ തിരിച്ചറിയാണ്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പും ഇവിടെ ആളുകൾ വന്നു പോയിട്ടുണ്ട്. അവർ അവരുടേതായിട്ടുള്ള വഴിയിലായിരുന്നു, ഞാൻ എൻ്റേതായിട്ടുള്ള വഴിയിലാണ്, അല്ലേ? അവസാനത്തെ ലൈൻ നോക്കൂ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. 10,000 വർഷങ്ങളായിട്ട് ഇവിടെ ആളുകൾ വന്നു പോകുന്നുണ്ട്. ഓക്കെ, അതായത് ഇതേ സ്ഥാനത്ത്, ഇപ്പോൾ ഇദ്ദേഹം ഇരിക്കുന്ന അതേ സ്ഥാനത്ത് അദ്ദേഹം പണ്ടത്തെ ഉപയോഗിച്ചിട്ടുള്ള ടൂൾസ് ആണ് കാണുന്നത്, അല്ലേ? അപ്പോൾ ആ ടൂൾസ് കാണിക്കുന്നത് എന്താണ്? ഇവിടെ പണ്ടും ആളുകൾ വന്നു പോയിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഓർക്കുകയാണ് 10,000 years, അല്ലേ? 10,000 വർഷങ്ങളായിട്ട് ഹ്യൂമൻ ഹിസ്റ്ററി ഉണ്ട്, അല്ലേ? ആൻഡ് മോഡേൺ ഹ്യൂമൻ പ്രോജക്ട്സ് ആർ ജസ്റ്റ് a tiny layer built upon the thousands of years of human history. ഹ്യൂമൻ ഹിസ്റ്ററി എന്ന് പറയുന്നത് 10,000 വർഷങ്ങളുടെ ചരിത്രമുണ്ട്, അല്ലേ? ഹ്യൂമൻ ഹിസ്റ്ററിക്ക്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു മോഡേൺ ഹ്യൂമൻ പ്രോജക്ട്സ് എന്ന് പറയുന്നത് അതിലേക്ക് ആഡ് ചെയ്യപ്പെടുന്ന ഒരു ചെറിയൊരു ലെയർ മാത്രമാണ് എന്ന് അദ്ദേഹം വളരെ ഫിലോസഫിക്കലി ചിന്തിക്കുകയാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ ലിസണിങ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.